ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇഡി അഥവാ എക്സ്ട്രാ ഡീസന്റ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ആകട്ടെ തനിക്ക് സുഖമല്ല എന്ന് പറഞ്ഞിട്ട് തന്റെ മക്കളെ ഫോൺ ചെയ്യുന്നതാണ്. എന്നാൽ അവർക്കാർക്കും ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഇയാളെ നോക്കാനോ സമയമുണ്ടായിരുന്നില്ല. അത് കാരണം അയാൾ ആകെ സങ്കടത്തിലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ നായകനായ ബിനു അവിടെ ഓട്ടോറിക്ഷയിൽ വരുന്നത്. ഇയാൾ വല്ലാണ്ട് ചുമക്കുന്ന കണ്ടിട്ട് ബിനു വന്നിട്ട് കാര്യം തിരക്കുന്നു. എനിക്ക് തീരെ സുഖമില്ല, ഈ വണ്ടി അധികകാലം ഒന്നും ഓടില്ല എന്ന് അയാൾ പറയുന്നു. ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ചെന്ന അവസാനിക്കും. പക്ഷെ അവിടെ പോയി കിടക്കാൻ എന്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല. പിന്നെ അഭിമാനത്തോടെ പോകാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ജയിലേ ഉള്ളൂ. എന്നാൽ ചിരിച്ചുകൊണ്ട് ബിനു പറയുന്നുണ്ട്, അങ്ങനെ ജയിലിൽ ചുമ്മാതൊന്നും പോകാൻ പറ്റില്ല, അതിനെന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്യണമെന്ന്. അതെന്തായാലും വേണ്ടിവരുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അടുത്ത നിമിഷം തന്നെ തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചുറ്റിക എടുത്തിട്ട് ബിനുവിന്റെ തലയിലേക്ക് അടിക്കുന്നു. തൽക്ഷണം ബിനു ബോധം കെട്ട് വീഴുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബോധം തിരിച്ചു കിട്ടുന്ന ബിനുവിനെയാണ്. അവന് ബോധം വന്നറിഞ്ഞിട്ട് അവന്റെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരും അവിടെയൊക്കെ വരുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ബിനുവിനെ അടിച്ച സെക്യൂരിറ്റി ആകട്ടെ കുറ്റം സമ്മതിച്ചതാണ്. അവന് ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ ഇത് ചെയ്തത്. അവിടെയാകുമ്പോ ആഹാരവും കിടക്കാനുള്ള സ്ഥലവും എല്ലാം തന്നെ കിട്ടുമല്ലോ. എന്നാലും അവന്റെ ആ മോട്ടീവ് അത്രയധികം വിശ്വസനീയമല്ല എന്ന് SI പറയുന്നു. ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അയാൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ബിനുവിന്റെ പേരൻസും അവന്റെ സഹോദരി നിഷിമയും അവിടെ ഉണ്ടായിരുന്നു. ഇവരെ പലയിടത്തേക്കും കൊണ്ടുപോകുന്നതെല്ലാം തന്നെ സഞ്ജു ആയിരുന്നു. അവരുടെ ഡ്രൈവറായിട്ട് എപ്പോഴും അവൻ കൂടെ ഉണ്ടാകുക. ബിനുവിന് ബോധം വന്നറിഞ്ഞിട്ട് ഇവന്റെ വീട്ടുകാരെല്ലാം തന്നെ ആകെ ടെൻഷനിലാണ്. അവരെല്ലാവരും പേടിയോടുകൂടിയാണ് ഇരിക്കുന്നത്. അതേസമയം ബിനുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാകട്ടെ അവനെ ഇവരെ എല്ലാം തന്നെ വീഡിയോയിൽ കാണിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ബിനുവിന് ആ ഒരു അടി കിട്ടിയതിനു ശേഷം അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരിയോ ആരെയും തന്നെ അവന് ഓർമ്മയില്ല. അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ട് 4 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. ഈ 4 ആഴ്ച കൊണ്ട് അവന്റെ അച്ഛനും അമ്മയൊക്കെ പതിയെ കണ്ടാണ് അവൻ പരിചയത്തിലായത്. അവന്റെ അച്ഛന്റെ പേര് ദാസ് എന്നും അമ്മയുടെ പേര് ലക്ഷ്മി എന്നുമാണ്. എവിടെ ആ പെൺകുട്ടിയാകട്ടെ ബിനുവിന് അവന്റെ ചെറുപ്പകാലത്തിലെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവന്റെ കൂടെ അവന്റെ ചേട്ടനും ഉണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അവന്റെ ചേട്ടൻ മരിച്ചുപോയതാണ്. ഇവിടെ പോലീസുകാരനാകട്ടെ ബിനുവിന്റെ ഫാമിലിയോട് ചോദിക്കുന്നുണ്ട്, ബിനുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണ്ടേന്ന്. അറിയണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കലും അത് അറിയാനുള്ള ആഗ്രഹം ഒന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ഇവിടെ ഈ പെൺകുട്ടി ഓരോ ഫോട്ടോ കാണിച്ചിട്ടും ബിനുവിന് ആരെയും തന്നെ ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് എന്താ ആരും ഓർത്തെടുക്കാൻ പറ്റാത്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ ഒരു സമാധാനത്തിന് അവൻ വെറുതെ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഇയാളെ ഓർമ്മയുണ്ടെന്ന് പറയുന്നു. അത് അവന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ പെടുന്ന ഒരാളായിരുന്നു. അത് കേട്ട് ആ പെൺകുട്ടി ഒരുപാട് ഹാപ്പിയായി. അവൻ വെറുതെ പറഞ്ഞതാണെങ്കിലും ഡോക്ടറോ പെൺകുട്ടിയെല്ലാം തന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നു. അവൻ അയാളെ ഓർമ്മയുള്ള സ്ഥിതിക്ക് അയാളെ ഇവിടെ കൊണ്ടുവരണം. എന്നാൽ അവന്റെ ഫാമിലി പറയുന്നുണ്ട്, ഇവന്റെ കൂടെ ഒരു തവണയും കണ്ട് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇയാൾ ഇപ്പോൾ പുറത്തെവിടെയാണെന്ന്. എന്താണെങ്കിലും ഇത് നല്ലൊരു സൈന. അയാളെ നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നാണ് അവനെ ചികിത്സിക്കുന്ന രൂപേഷ് എന്ന് പറയുന്ന ഡോക്ടർ പറയുന്നത്. അവൻ വേറെ എന്തെങ്കിലും ഓർത്തെടുത്ത് പറഞ്ഞു എന്നായിരുന്നു അവന്റെ വീട്ടുകാരുടെ ടെൻഷൻ. വേറെ ഒന്നും അവന് ഓർമ്മ വന്നിട്ടില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു. ബിനുവിന്റെ കൂടെ ആ പെൺകുട്ടിയുള്ള സ്ഥിതിക്ക് അവരെല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടർ അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാകട്ടെ ഇവരോട് സംസാരിക്കാൻ വരുന്നു, ബിനുവിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇവരുടെ മുഖഭാവം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അയാളോട് എല്ലാ കാര്യങ്ങളും ഇവർ തുറന്നു പറയുന്നു. ബിനുവിനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് ഡോക്ടർക്ക് അറിയാമോ എന്ന് നിഷിമ ചോദിക്കുന്നുണ്ട്. അവൻ നല്ലൊരു പയ്യനാ, വീട്ടുകാരുടെ എല്ലാം സ്നേഹമുള്ള എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള ഒരാള്. അവൻ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ എക്സ്ട്രാ ഡീസന്റ് ആയതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടെന്നാണ് നിഷിമ പറയുന്നത്. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ബിനു അവന്റെ ചേട്ടനും സ്കൂൾ വിട്ട ശേഷം നല്ലപോലെ വിശന്നിട്ട് വീട്ടിലേക്ക് വരുന്നു. ബിനുവിന് നല്ലപോലെ വിശക്കുന്ന കാരണം അവന്റെ ചേട്ടനാകട്ടെ വീട്ടിൽ ആരുമില്ലാത്ത സ്ഥിതിക്ക് തനിയെ കയറി ഓംലെറ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അവൻ ഗ്യാസ് കത്തിക്കാൻ നോക്കാൻ നേരത്ത് അത് കത്തുന്നുണ്ടായിരുന്നില്ല. തീപ്പെട്ടി എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. അവിടെയെങ്കിലും കാണാത്ത കാരണം തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് അനിയനെ പറഞ്ഞു വിടുന്നു. എന്നാൽ ആ ഗ്യാസ് ഓണായി കിടക്കുന്ന കാര്യം ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ബിനു തീപ്പെട്ടി വാങ്ങാൻ പോയ ശേഷമാണ് ബിനുവിന്റെ ചേട്ടൻ അവിടെ തീപ്പെട്ടി കാണുന്നത്. അവിടെയെല്ലാം ഗ്യാസ് പരന്നിരിക്കുന്നത് മനസ്സിലാകാതെ അവനതെടുത്ത് കത്തിക്കുകയും അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു. സ്വന്തം ചേട്ടന്റെ ശരീരത്തിൽ തീപടരുന്നത് ബിനു കണ്ടു നിൽക്കുന്നു. അതവന് വലിയൊരു ഷോക്കായിരുന്നു. ഏകദേശം 3 മാസത്തോളം അവന്റെ ചേട്ടൻ ഹോസ്പിറ്റലിൽ കടന്നു. അതിനുശേഷമാണ് മരിച്ചത്. ചേട്ടന്റെ മരണം അവനെ വല്ലാതെ തളർത്തി. അവർ രണ്ടുപേരുള്ള ഫോട്ടോ ബുക്കിലൊട്ടിച്ച ശേഷം ചേട്ടൻ മരിച്ച ദിവസം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ദാസനും ലക്ഷ്മിക്കും ഒരു പെൺകുട്ടി കൂടി പറന്നു. അവളായിരുന്നു നിഷിമ, ബിനുവിന്റെ അനുജത്തി. എങ്കിൽ പോലും ബിനു ഏറ്റവും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ ചേട്ടനെയായിരുന്നു. അവർ തമ്മിൽ അത്രയൊരു നല്ല ബോണ്ടിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരെപ്പോഴും ഒരുമിച്ചിരുന്ന് ബബിൾക്കം കഴിച്ചിട്ട് അതെടുത്ത് കട്ടിലിന്റെ അടിയിൽ ഒട്ടിച്ചു വെക്കുമായിരുന്നു. ആ ഒരു ശീലം പണ്ട് മുതലേ അവർക്കുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഇതുപോലെ തന്റെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് അവന് തോന്നാറുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവൻ വളർന്ന് വലുതായിട്ടുള്ള സീനാണ്. കുറെ കാലമായിട്ട് PSC എഴുതിയിട്ടും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതിന്റെ പേരിൽ അവന്റെ അച്ഛൻ ദാസ് ആകട്ടെ അയാളുടെ കൂട്ടുകാരുടെ മുൻപിൽ വെച്ചിട്ട് അവനെ കളിയാക്കുന്നു. ഇനി PSCക്കൊന്നും എഴുതാൻ നിൽക്കണ്ട, ഏജ് ഓവർ ആയില്ലേ, അതുകൊണ്ട് നാളെ മുതൽ എന്റെ കൂടെ കടയിൽ വന്നോണെന്നും പറയുന്നു. മാത്രമല്ല US പോകാനുള്ള വിസ ശരിയായ കാരണം നിഷിമ തന്റെ ജോലി സ്ഥലത്ത് നിന്ന് വരുന്നത് അന്നായിരുന്നു. അവളെ വിളിക്കാൻ വേണ്ടിട്ട് പോകാൻ കാറൊക്കെ കഴുകിയിട്ടില്ലെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവളെ വിളിക്കാൻ പോകാൻ എന്തായാലും സഞ്ജു വരും, അവൻ വണ്ടി ഓടിച്ചോളും. എന്നാൽ അവനാകട്ടെ ചൂയിങ്ങൻ ചവച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടിട്ട് അയാൾ ദേഷ്യത്തോടെ അവനെ കുറെ വഴക്ക് പറയുന്നു. അപ്പോഴേക്കും അയാളുടെ കൂട്ടുകാരിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ലക്ഷ്മി ആകട്ടെ അയാളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടില്ലേ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഇവനെ ഇങ്ങനെ നാണം കെടുത്തതെന്ന്.
നമ്മുടെ മോൻ എല്ലായിടത്തും മുന്നിലെത്തണമെന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ച് വളർത്തി. ഇപ്പൊ ഇവനേക്കാൾ പിന്നിൽ ആരും തന്നെയില്ല. ബിനുവിന് ലൈസൻസ് ഉണ്ടെങ്കിലും അവന്റെ അച്ഛൻ അവന്റെ കയ്യിൽ വണ്ടി കൊടുക്കണ്ട എന്ന് പ്രത്യേകം സഞ്ജുവിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് നിഷിമയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതുവരെ ഈ പാട്ടവണ്ടി മാറ്റാറായില്ലേന്ന് അവൾ ചോദിക്കുന്നു. അയച്ചു തരുന്ന കാശൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത്? ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കാശൊന്നും അയച്ചു തരില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവള് വീട്ടിലെത്തിയ ശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛന്റെ കൂടെ കടയിലേക്ക് പോകുന്ന ദാസനെയാണ്. അവരുടെ ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് കടയായിരുന്നു. അവന്റെ അച്ഛൻ അവനെ കൊണ്ട് കുറെ ജോലി ചെയ്യിക്കും. ആ സമയത്താണ് അവിടെ അടുത്ത വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരാളുമായിട്ട് അവൻ പരിചയത്തിലാകുന്നത്. ഇയാളുടെ ഫോട്ടോ കണ്ടിട്ടായിരുന്നു അവൻ ഐഡന്റിഫൈ ചെയ്തതും. അയാളുടെ അടുത്ത് ബിനു ആകട്ടെ വലിയ വീമ്പടിക്കുന്നുണ്ട്. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛന്റെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനായിട്ട് ഇട്ടുകൊടുത്ത കടയാന്നൊക്കെ. വീട്ടിലൊരു വിലയില്ലെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ അവൻ തനിക്ക് ഭയങ്കര വിലയാണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും കുറെ പൊങ്ങച്ചം പറയുമായിരുന്നു. നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ റിയൽ എസ്റ്റേറ്റിൽ നിന്നും കള്ളം പറയുന്നു. ഇവിടെ രാത്രിയിലാകട്ടെ വീട്ടുകാര് നിഷിമയോട് അവളുടെ കല്യാണത്തെ പറ്റി സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന്. എന്നാൽ അവൾ പറയുന്നുണ്ട് അച്ഛനെ പോലെ വലിയ ഉദ്യോഗസ്ഥരെയൊന്നും എനിക്ക് വേണ്ട, എന്നെ ഇഷ്ടപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു കൊന്തനെ മതിയെന്ന്. വിനുവിന്റെ വീട്ടുകാരാകട്ടെ അവർക്കുള്ള സ്ഥലവും പറമ്പും ഒക്കെ നിഷിമയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. എന്തായാലും ബിനുവിന് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത കാരണം അവനൊരു കല്യാണാലോചനയും വരാൻ പോകുന്നില്ല. അവനിങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ. നിഷിമയെ കെട്ടുന്ന ആളെയും അവള് യുഎസിലേക്ക് കൊണ്ടുപോകുന്ന ഉറപ്പാണ്. ഇതിനെപ്പറ്റി ബിനു തന്റെ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാൻ എന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് എല്ലാം വിട്ടുകൊടുത്തു, എന്റെ പേരിലൊന്നും വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ പേരിലൊക്കെ എന്തിരിക്കുന്നു എന്ന്. വീട്ടിൽ അവനൊരു വിലയില്ല എന്നുള്ള കാര്യം അവൻ അവന്റെ കൂട്ടുകാരനിൽ നിന്നും നല്ല പോലെ മറച്ചു വെച്ചു. അന്ന് രാത്രിയിൽ ഇവരെല്ലാവരും അവൾക്ക് കൊണ്ടുപോകാനുള്ള പെട്ടി പാക്ക് ചെയ്യുകയാണ്. നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാന്നും ഈ പെട്ടിയൊക്കെ എടുത്തു കൊണ്ടുപോയി ആ കാറിൽ വെക്കാനുമാണ് അവന്റെ അച്ഛൻ പറയുന്നത്. ഡിഗ്രി എഴുതിയെടുത്തത് തന്നെ നീ 6 വർഷം കൊണ്ടാ. അങ്ങനെ അവനെ ഓരോന്ന് പറഞ്ഞ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് നാണം കെടുത്തും. അതിനിടയിൽ നിഷിമയുടെ പാസ്പോർട്ട് അവനെടുത്ത് നോക്കുമ്പോൾ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് അവനൊന്ന് ഞെട്ടുന്നു. അവൻ പതിയെ പോയി തന്റെ ചേട്ടൻ മരിച്ച ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നു. എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് നിഷിബൻ ജനിച്ച തീയതി വെച്ചിട്ട് അവളന്ന് ജനിക്കണമെങ്കിൽ അവന്റെ അമ്മ എന്നായിരിക്കും ഇവളെ ഗർഭം ധരിച്ചിട്ടുണ്ടാവുക എന്ന്. അതായത് അവന്റെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോൾ ബന്ധപ്പെട്ടിട്ടായിരിക്കാം അവർ നിഷിമയെ കൺസീവ് ചെയ്തതെന്ന്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓഗസ്റ്റ് 24, 1996 ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. ഇവന്റെ ചേട്ടൻ മരിച്ചതാകട്ടെ 1996 സെപ്റ്റംബർ 22-നും. ഇവന്റെ ചേട്ടൻ ഏകദേശം 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണല്ലോ മരിക്കുന്നത്. അതിനർത്ഥം ഈ 3 മാസത്തിനിടയ്ക്കാണ് ഇവർ ബന്ധപ്പെട്ടിട്ടുള്ളതും ഇവളെ ഗർഭം ധരിച്ചിട്ടുള്ളതും. അതവന് വലിയൊരു ഷോക്കായിരുന്നു. തന്റെ ചേട്ടൻ അവിടെ മരണത്തിനോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? അതായിരുന്നു അവന്റെ ദേഷ്യം. ഇന്ന് രാവിലെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിഷിമ വന്ന് ഇവനെ വിളിച്ചെങ്കിലും ഇവൻ ദേഷ്യത്തോട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അവൾ കൂടുതൽ നിർബന്ധിക്കാനും നിന്നില്ല. അങ്ങനെ അവള് പോയി. അന്നത്തെ ദിവസം മുഴുവൻ അവൻ ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു. രാത്രിയിൽ അവന്റെ അച്ഛനാകട്ടെ ഏതോ കൂട്ടുകാരനുമായിട്ട് പാർക്കർ പേനിയാണോ ഷിഫർ പേനിയാണോ നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു തർക്കം ഉണ്ടാകുന്നു. പാർക്കറാ നല്ലതെന്ന് ഇവന്റെ അച്ഛൻ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന അവനാകട്ടെ അവന്റെ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. പാർക്കറാ നല്ലതെന്ന് അച്ഛനോട് ആര് പറഞ്ഞു? അങ്ങനെ എന്തെങ്കിലും താരതമ്യം നടന്നിട്ട് പാർക്കറാ നല്ലതെന്ന് എവിടെയെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? തന്നെ എതിർത്ത് ഇവനിങ്ങനെ സംസാരിക്കുകയും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾ പോലും ഞെട്ടിപ്പോയി. ആദ്യമായിട്ടായിരുന്നു അവനിങ്ങനെ തിരിച്ച് മറുപടി പറയുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും. നിന്നേക്കാളും വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയും എനിക്കുണ്ടെന്ന് അവന്റെ അച്ഛൻ പറയുന്നു. ഞാനൊരു തഹസിൽദാരായിരുന്നു, നീ ഒന്നിനും കൊള്ളാത്തവനാണ്. ഇത് കേട്ട് ദേഷ്യമെന്ന് അവൻ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ല കൊള്ളാവുന്നവരായിട്ടല്ലേ സ്വന്തം മകൻ ഐസിയുവിൽ മരിക്കാൻ കിടന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സെക്സ് ചെയ്യാൻ തോന്നിയത്? ഇത് കേട്ടതും അവർ രണ്ടുപേരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട് 3 മാസം ഞാൻ അവനെ പൊന്നു പോലെയാണ് നോക്കിയതെന്ന്. എന്നാൽ ബിനു പറയുന്നത് 3 മാസം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അല്ലേ? മകൻ വെന്തു മരിക്കാൻ കിടക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമല്ലേന്ന്. എന്റെ ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആകെ അവിടെ എല്ലാം തന്നെ അടിച്ചു തകർക്കുന്നു. ഇവിടെ കഥ കേട്ടുകൊണ്ടിരുന്ന അജ്മൽ ഡോക്ടറും ചോദിക്കുന്നത് സ്വന്തം മകൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നാണ്. അതൊക്കെ വിട്ടേക്ക്, ബാക്കി കഥ പറയാൻ പറയുന്നു. അതിനുശേഷം വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അച്ഛന്റെ അമ്മയുടെയും ആ ഒരു കാര്യം മനസ്സിലാക്കിയ ബിനു ആകട്ടെ അതിന്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിഷിമ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായിരിക്കും വിചാരിക്കുക? അവളുടെ ജന്മം എങ്ങനെ സംഭവിച്ചുവെന്ന് അവൾ അറിയുമ്പോൾ തന്നെ അവൾ തകർന്നു പോകും. സ്വന്തം മകൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകുന്ന മാനക്കേടിനെ പറ്റിയായിരുന്നു ഇവരുടെ ചിന്ത. അത് കാരണം പിന്നീട് അങ്ങോട്ട് ബിനു പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് കേൾക്കേണ്ടതായി വരുന്നു. നിഷിമ എന്തായാലും ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കണമെന്ന് ഇടയ്ക്ക് ഇവരോട് പറയാറുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നമുക്ക് അവളുടെ ആഗ്രഹം പോലെ ഈ നാട് വിട്ടിട്ട് ഫ്ലാറ്റിലേക്ക് മാറാമെന്ന് ഇവൻ പറയുന്നു. കാരണം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവനെ ഒന്നിനും കൊള്ളില്ല എന്ന്. ആ നാട്ടുകാർക്കിടയിൽ ഇവന്റെ വിലയും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇവൻ ഇവിടെ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഷിഫ്റ്റ് ആകുന്നു. സ്വന്തം അച്ഛന്റെ കൂട്ടുകാരെ എല്ലാം തന്നെ അച്ഛനിൽ നിന്നും അവൻ അകറ്റി. അവരിങ്ങോട്ടേക്ക് മാറിയത് കാരണം സഞ്ജുവും ഇവരിൽ നിന്നും അകലുകയായിരുന്നു. നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഇവർക്ക് അത്യാവശ്യത്തിന് ഇവിടെ എവിടെ നിന്നെങ്കിലും ഒരു ഡ്രൈവറെ സെറ്റാക്കാമെന്നാണ് ബിനു പറയുന്നത്. അങ്ങനെ സഞ്ജുവിനെ ഒഴിവാക്കിയ ശേഷം അവൻ പറയുന്നുണ്ട് നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടാന്ന്, നമ്മൾ 3 മാത്രം മതി. എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ. ഇവന്റെ ഈ സംസാരം എല്ലാം കേട്ട് അവർക്ക് നല്ല പോലെ പേടിയാകുന്നുണ്ട്. അങ്ങനെ അവൻ ഫ്ലാറ്റിൽ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു ആ ഒരു പെൺകുട്ടിയെ. അവൻ വീട്ടിൽ കുറെ പുതിയ ശീലങ്ങൾ കൊണ്ടുവരുന്നു. ഒരുപാട് മസാലകളോ പഞ്ചസാരയോ ഒന്നും തന്നെ അവിടെ ഉപയോഗിക്കാൻ പാടില്ല.
പാടില്ല, ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നീട് അങ്ങോട്ട് അവൻ അച്ഛനെ പോലും ഷോപ്പിലേക്ക് വിടുന്നില്ല. ഇനി ഷോപ്പിലെ കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നത്. അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ട് അവൻ അവന്റെ കട മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ അച്ഛനെയും അമ്മയും അവൻ ഫുൾ കൺട്രോളിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവൻ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് വേണം അവരും നിൽക്കാൻ. നിഷിമ വിളിക്കുമ്പോഴൊക്കെ തന്നെ അധികമൊന്നും തന്നെ അവരുമായിട്ട് സംസാരിക്കാൻ അവൻ സമ്മതിക്കാറില്ല. ആ ഫ്ളാറ്റിലുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവൻ അച്ഛനും അമ്മയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നല്ലൊരു മകനാണെന്നും എപ്പോഴും അവരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ചിന്തയാണെന്നും. എന്നാൽ ഒരു രീതിയിൽ ഇവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ആ ഫ്ളാറ്റിലുള്ള ആരും തന്നെ മനസ്സിലാക്കിയില്ല. അസുഖമൊന്നും ഇല്ലാത്ത അവരെ കൊണ്ട് അസുഖം വരാതിരിക്കാനുള്ള ടാബ്ലറ്റുകൾ കഴിപ്പിക്കുന്നു. എന്റെ ഈ ടോർച്ചർ സഹിക്കുന്നതിലും ഭേദം അങ്ങ് തട്ടിപ്പോകുന്നതാ നല്ലതെന്ന് ദാസ് ആകട്ടെ ലക്ഷ്മിയോട് പറയുന്നു. താൻ ഒരാളോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി തന്റെ ഫോണും എടുത്തിട്ട് റൂമിലേക്ക് പോയി. പിറ്റേന്ന് ഇവരെയും കൊണ്ട് അവൻ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ദാസ് വല്ലാതെ നെഞ്ചുവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീഴുന്നു. ബിനു പെട്ടെന്ന് അച്ഛനും അമ്മയും വീട്ടിലേക്ക് കൊണ്ടുപോയി. തനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ദാസ് ബിനുവിനോട് പറയുന്നുണ്ട്, എനിക്കിനി അധിക കാലമൊന്നും ഉണ്ടാകില്ല. മരിക്കുന്നതിന് മുമ്പ് നിഷിമ മോളുടെ കല്യാണം ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 10 ആളെ വിളിച്ചുകൂട്ടി അത് നടത്തണം. അതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നിഷിമയെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരുത്താനുള്ള അവരുടെ പ്ലാനിങ് ആയിരുന്നു അത്. നിഷിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ കല്യാണം ആലോചിച്ച് തറഞ്ഞിട്ട് നിഷിമയാകട്ടെ ബിനുവിനും മെസ്സേജ് അയക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ആലോചിക്കുന്ന കല്യാണം മുടക്കാൻ വേണ്ടിട്ട് ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഡീല് ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ അവൾ തിരിച്ചു പറയുന്നത് തനിക്കൊരാളെ ഇഷ്ടം, അത് ചേട്ടന്റെ ഫ്രണ്ട് സഞ്ജു ആണെന്ന്. അതായത് ഇവരുടെ ഡ്രൈവറായിട്ട് നടക്കുന്നില്ലേ അവൻ. അത് കണ്ടതും ബിനു ആദ്യം ഒന്ന് ഷോക്കായി. പക്ഷെ അവളുടെ മുൻപിൽ അവനത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അഭിനയിക്കുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാ, എനിക്കതിലൊരു പ്രശ്നമില്ലാന്നും ഞാൻ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നുമാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നിഷിമ അവനെ കണ്ണു അടച്ച് വിശ്വസിക്കുകയും ചെയ്തു. സഞ്ജുവുമായിട്ട് ചേർന്നിരുന്ന് ഇവർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നൈസായിട്ട് ബിനു അവനോട് ചോദിക്കുന്നുണ്ട് ഇത് എത്ര കാലം തൊട്ട് തുടങ്ങിയതാണെന്ന്. സഞ്ജു പറയുന്നുണ്ട് UKG പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നുവെന്ന്. എന്നാൽ ഇഷ്ടമാണെന്ന് അവൾ സമ്മതിച്ചത് 7ാം ക്ലാസ്സിലാണെന്ന് അവളും പറയുന്നു. ഇത്രയും കാലം എന്തായാലും ആരെ അറിയിക്കാതെ കൊണ്ടു നടന്ന് നിങ്ങളെ സമ്മതിക്കണം. ബാക്കി കഥ പറയാൻ പറഞ്ഞിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കുന്നു. ബാംഗ്ലൂർ അവൾ പഠിക്കാൻ പോയ സമയത്തൊക്കെ ഞാൻ അവളെ കാണാൻ ഇടയ്ക്ക് പോവാറുണ്ടായിരുന്നു എന്നാണ് സഞ്ജു പറയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നിഷിമ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം ബിനു വന്ന് ഇവരോട് സംസാരിക്കുന്നതാണ്. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ, ഞാൻ സഞ്ജുവിന്റെ വീട്ടുകാരോട് സംസാരിച്ചു, ഞായറാഴ്ച അവർ ഇങ്ങോട്ട് വരുമെന്നാണ് അവൻ പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കാനുണ്ടോ, എല്ലാവരെയും വിളിച്ചില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൻ നോർമലായിട്ട് ഇങ്ങനെ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന കേട്ടപ്പോ ഇവരും ആശ്വസിക്കുന്നു, അവൻ നോർമലായി എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സഞ്ജുവിന്റെ വീട്ടുകാര് അവിടെയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ തലേന്ന് നിഷിമ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടുകാരും കല്യാണ ഡേറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്ത വർഷം അവൾ ലീവിന് വരുമ്പോൾ നടത്താമെന്നാണ് ദാസ് പറയുന്നത്. ഇപ്പൊ തന്നെ വേണമെങ്കിലും നടത്താമെന്ന് അവരുടെ വീട്ടുകാരും പറയുന്നു. വീട്ടുകാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബിനു കയറി പറയുന്നുണ്ട് UKG മുതലുള്ള പ്രണയമാ, ഇവളെ പ്രണയിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ എന്റെ കൂട്ടുകാരനായത് പോലും. ഇവള് ബാംഗ്ലൂർ പഠിക്കാൻ പോയ സമയത്ത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകുമായിരുന്നു. അതിനുശേഷം അവിടെ റൂമൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ പരിപാടിയായിരുന്നു. ഇവൻ ഇങ്ങനെ ഓരോന്ന് കാട് കയറി പറഞ്ഞു പോകുന്ന കേട്ടപ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടി. നിഷിമയും ആകെ വല്ലാതെയായി. അവള് ബാംഗ്ലൂർ പഠിക്കാൻ പോയത് +2 പഠിക്കുന്ന സമയത്താ. അന്ന് അവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണ് അവർ ചെയ്തത്. ഫോക്സോ എന്നൊക്കെ അവൻ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവരെല്ലാവരും ആകെ പേടിച്ചു. വിവാഹം എന്ന് പറയുന്നത് പവിത്രമായ ബന്ധമാണെന്നും ഇതുപോലെ വളഞ്ഞ വഴിയിലെ ബന്ധം ഉണ്ടാക്കി വീട്ടിൽ വന്ന് പെണ്ണു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൊടുക്കുമെന്നാണ് അവൻ ചോദിക്കുന്നത്. ഇവിടെയും കിട്ടില്ല. എന്റെ മാത്രമല്ല അച്ഛന്റെ അമ്മയുടെയും തീരുമാനം ഇത് തന്നെയാണ്. ഈ കല്യാണം നടക്കില്ല. വിളിച്ചു വരുത്തി അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഞ്ജുവിന്റെ വീട്ടുകാർ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നിഷിമയ്ക്ക് സഞ്ജുവിനും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവള് വന്ന് ചേട്ടനോട് വഴക്കുണ്ടാക്കുന്നു. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചതെന്ന് ചോദിച്ചിട്ട്. എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളത്തോളം കാലത്തോളം താൻ അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളെ തന്റെ സാധനങ്ങളും എടുത്തിട്ട് ആ നിമിഷം തന്നെ സഞ്ജുവിന്റെ കൂടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവള് പോയതോടുകൂടി ബിനു വീട്ടുകാരോട് പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് നിഷിമയെ ആരും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്ന്. അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. ഇന്ന് വൈകുന്നേരം അവന്റെ കണ്ണു വെട്ടിച്ചവർ രണ്ടുപേരും ചേർന്നിട്ട് നിഷിമയെ വിളിക്കുന്നു. വരുന്ന തിങ്കളാഴ്ച ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ കല്യാണമാണെന്നും പറ്റുവാണെങ്കിൽ അച്ഛനും അമ്മയും വരണമെന്ന് പറയുന്നു. ഇവന്റെ കണ്ണു വെട്ടിച്ചിട്ട് എങ്ങനെ വരുമെന്നായിരുന്നു അവര് ചോദിക്കുന്നത്. അവരെങ്ങനെയൊക്കെയോ എന്തായാലും ബിനുവിന്റെ കണ്ണു വെട്ടിച്ച് അവളുടെ അടുത്തേക്ക് എത്തി. അവൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട് ചേട്ടനെ എന്തിനാണ് നിങ്ങൾ ഇത്രയും പേടിക്കുന്നതെന്ന്. അവർക്കാകട്ടെ ആ കാര്യങ്ങളൊന്നും ഇവളോട് തുറന്ന് പറയാനും പറ്റില്ല. ഞങ്ങളറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് സഞ്ജു ചോദിക്കുമ്പോഴും ഒന്നുമില്ലെന്ന് തന്നെയാണ് അവര് പറയുന്നത്. അവരെ കണ്ട ശേഷം ഇവര് തിരിച്ച് ഓട്ടോയിൽ ഫ്ളാറ്റിലെത്തിയപ്പോൾ ബിനു കാണുന്നുണ്ടായിരുന്നു ഇവർ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. ആ ഓട്ടോക്കാരനെ പിടിച്ചിട്ട് ഇവൻ കാര്യങ്ങൾ തിരക്കി. പിറ്റേന്ന് ഇവൻ അതിനെപ്പറ്റി അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നിഷിമയുടെ കല്യാണം കൂടാൻ പോയ വിവരമെല്ലാം ഓട്ടോക്കാരൻ പറഞ്ഞു എന്ന്. അതൊക്കെ പോട്ടെ, ഇന്ന് എന്റെ ചേട്ടന്റെ ഓർമ്മ ദിവസമാണ്, അതൊക്കെ നിങ്ങൾ മറന്നു എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ ഇന്നേ വരെ തങ്ങളത് മറന്നിട്ടില്ല എന്നും ഇനി ഒരിക്കലും മറക്കില്ല എന്നും അവര് പറയുന്നു. എന്നാ പിന്നെ ഇവിടെ ആഹാരമൊന്നും വേണ്ട, ഇനി മുതൽ എല്ലാ ഓർമ്മ ദിവസങ്ങളിലും നമ്മൾ വ്രതം അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ആഹാരം എല്ലാം തന്നെ അവിടെ നിന്നും എടുത്ത് മാറ്റുന്നു. അന്നത്തെ ദിവസം ഒന്നും കഴിക്കണ്ട എന്നാണ് അവരോട് പറയുന്നത്. TV കാണാനോ ഫോൺ നോക്കാനോ ഒന്നും തന്നെ അവരെ അനുവദിക്കുന്നില്ല. എന്നിട്ട് അവന്റെ ചേട്ടനും അവനും എല്ലാം സംസാരിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ ചേട്ടൻ പാടുന്ന പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ രാത്രിയിൽ ദാസ്
ദാസ് ഫോൺ ഉപയോഗിക്കുന്ന കണ്ടിട്ട് ദേഷ്യം വന്ന ബിനു വന്ന് അയാളുമായിട്ട് വഴക്കിടുന്നു. കുറേയായിട്ട് നിന്നെ സഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ദൂരേക്ക് തട്ടി മാറ്റിക്കൊണ്ട് അയാൾ വീണ്ടും ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ അവിടെ കിടന്ന് അച്ഛനുമായിട്ട് പിടിവലി കൂടുകയും അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അതിനിടയിൽ സ്വന്തം അച്ഛന്റെ കാലിൽ അവൻ നല്ല പോലൊരു കടിയും കൊടുക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അവൻ വലിയ രീതിയിൽ കരഞ്ഞുകൊണ്ട് വന്ന് ആ സമയത്ത് എനിക്കറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് ഇവരുടെ കാല് പിടിച്ച് മാപ്പും ചോദിക്കുന്നു. ഇവൻ എന്താ ഇങ്ങനെയെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് അവൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് അവന്റെ അച്ഛനാകട്ടെ സെക്യൂരിറ്റിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ എന്താന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനെ പെട്ടെന്ന് അവൻ ആഹാരം കഴിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. അച്ഛൻ സെക്യൂരിറ്റിക്കാരനോട് എന്താ സംസാരിച്ചതെന്ന് അവൻ ലിഫ്റ്റിൽ വെച്ച് ചോദിക്കുന്നു. ഞാൻ പലതും സംസാരിക്കും, അതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാണെന്നാണ് അയാൾ ചോദിക്കുന്നത്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റിയോട് അവന്റെ അച്ഛൻ പറഞ്ഞു എന്നുള്ള ഡൗട്ട് അവനുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറി വന്നിട്ട് അവൻ അമ്മയോടും പറയുന്നുണ്ട് അച്ഛൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റിയോട് പറഞ്ഞു എന്ന്. നിങ്ങൾ ഇവിടുത്തെ കാര്യമൊക്കെ എന്തിനാണ് വല്ലവരോടും പറയുന്നത് ചോദിച്ചിട്ട് ലക്ഷ്മി അയാളോട് വഴക്കുണ്ടാക്കുന്നു. അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് മൊത്തം അറിയും. അതുകൊണ്ട് അവൻ പെട്ടെന്ന് അയാളെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഇവിടേക്ക് വരാൻ. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന പോയിസൺ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന കറിയിൽ അവൻ മിക്സ് ചെയ്ത് വെക്കുന്നു. ആ സെക്യൂരിറ്റി ഇത് കഴിച്ച് മരിക്കുമെന്നായിരുന്നു അവൻ പറയുന്നത്. അവന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. സെക്യൂരിറ്റി ആഹാരം കഴിക്കാൻ വീട്ടിലെത്തുകയും കൈ കഴുകാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. പേടിച്ചു നിൽക്കുകയാണ് ലക്ഷ്മിയും ദാസും. ആ നേരത്ത് ആ കറി ബിനു തന്നെ തട്ടിയിടുന്നു. കൈ തട്ടി താഴെ വീണതാണെന്നും പറയുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ ഞാൻ അവരെല്ലാം വിഷം കൊടുത്ത് കൊല്ലുമെന്ന് വരെ അവൻ തന്റെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് ബിനു തന്റെ ഷോപ്പിലിരിക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരൻ ഒരു വാർത്ത വായിക്കുന്നതാണ്. 60 കഴിഞ്ഞ ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നു എന്ന് പറഞ്ഞിട്ട്. ആ വാർത്ത കേട്ടതും അവൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. തന്റെ അച്ഛനും അമ്മയ്ക്കും ഇനിയൊരു കുഞ്ഞും കൂടി പിറക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു അവന്. വീട്ടിലെത്തിയിട്ട് അവൻ അച്ഛനെന്തെടുക്കുകയായിരുന്നു അമ്മ എന്തെടുക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ കിടക്കണ്ട, 2 റൂമിൽ കിടന്നാൽ മതിയെന്ന്. ഇവിടെ ഒരു റൂം ഫ്രീ ആയിട്ട് കിടക്കുകയല്ലേ. ബിനുവിന്റെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് അവർക്ക് മറുത്തൊന്നും പറയാനും പറ്റിയില്ല. നിസ്സഹായരായി അവർ രണ്ടുപേര് 2 റൂമിലേക്ക് പോയി. മാത്രമല്ല പകൽ സമയങ്ങളിൽ ഇവരെന്തെടുക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ അവിടെ CCTVയും വെക്കുന്നു. അവരവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും അവന് കേൾക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിയും ദാസും ആകട്ടെ അവിടെ വെച്ച് ഒന്നും സംസാരിച്ചില്ല. ഡ്രസ്സിൽ തുണി കൊണ്ടിടാൻ പോകുമ്പോഴായിരുന്നു അവർ കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നത്. ദാസു പറയുന്നുണ്ട് ഇവന്റെ ഈ ടോർച്ചർ ഇനി സഹിക്കാൻ വയ്യാന്നും നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്നും. നമ്മുടെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല. കുറച്ച് വിഷം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, AC-കകത്ത് വെച്ചിട്ട് ഓണാക്കി കിടന്നാ മതി, പിന്നെ ഉണരില്ല. എന്നാൽ ഇത് കേട്ടിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് നമ്മൾ എന്തിനാ മരിക്കുന്നത്, അവൻ മരിച്ചാ പോരെ എന്ന്. അങ്ങനെ അന്ന് രാത്രി അവൻ വരുമ്പോ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവരവനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ സെക്യൂരിറ്റി ആകട്ടെ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അവന്റെ തലക്കടിച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചു. അതായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചത്. അങ്ങനെ കഥ പ്രസന്റിലേക്ക് വരുന്നു. അവന്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കുന്നതാ നല്ലത്. വന്നു കഴിഞ്ഞാൽ അവൻ പഴയതുപോലെ ആകുമെന്ന് ഇവര് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപേഷ് ഡോക്ടറിന്റെ കോള് വരികയാണ്. ബിനുവിന്റെ ആ കൂട്ടുകാരനില്ലേ, അവനെ കണ്ടെത്തിയെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. അവനെ ഗൾഫിൽ നിന്നും ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു. അവനെ മാത്രമേ ബിനു ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അവനിലൂടെ വേണം ബിനുവിന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ. ഇത് കേട്ടതും അവരെല്ലാം ആകെ ടെൻഷനിലായി വീണ്ടും. എന്നാൽ ഇവർക്കാർക്കും അറിയില്ലായിരുന്നല്ലോ ബിനു വെറുതെയാണ് അവനെ ഐഡന്റിഫൈ ചെയ്തതെന്ന്. കൂട്ടുകാരൻ വന്ന് ബിനുവിനോട് സംസാരിച്ചെങ്കിലും അവന് വലുതായിട്ടൊന്നും തന്നെ ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഡോക്ടർ ഇവിടെ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട് അവനെ ഇനി ഇവിടെ ഇങ്ങനെ കിടത്തിയേക്കണ്ട, ഡിസ്ചാർജ് ചെയ്യാമെന്ന്. ബിനു തന്റെ വീട്ടിലേക്ക് പോയി ആ റൂമെല്ലാം കണ്ടു കഴിയുമ്പോൾ അവന് ചിലപ്പോൾ ഓർമ്മയൊക്കെ തിരിച്ചു വരുമെന്ന് ഡോക്ടർ പറയുന്നു. അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാർക്കാകട്ടെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവരെല്ലാം ഇരിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ സനന്ദനുമായിട്ട് ആലോചിക്കാമെന്ന്. ലക്ഷ്മിയുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു അയാള് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ വെച്ചിട്ടാണ് ഇവർ പലതും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ദാസിന് ലക്ഷ്മിയാകട്ടെ സനന്ദനുമായിട്ട് കോണ്ടാക്ട് വെച്ചിരിക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇവർ സനന്ദനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരു കാരണവശാലും അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ എല്ലാ സാധനങ്ങളും മാറ്റണം. അവന്റെ റൂം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണം. അവനൊന്നും ഓർത്തെടുക്കാൻ പാടില്ല. അങ്ങനെ അവർ റൂമിന്റെ പണി തുടങ്ങി. എല്ലാം തന്നെ ചേഞ്ച് ചെയ്തു. ആ കട്ടില് മാറ്റാൻ തുടങ്ങുമ്പോഴാകട്ടെ അത് നല്ല വെയിറ്റ് കാരണം അനങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിവിടെ കിടക്കട്ടെ, മെത്തയും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റിയാൽ മതിയെന്നാണ് അയാൾ പറയുന്നത്. ഇവനെ അവന്റെ ചേട്ടനെയും കണക്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളും അവിടെ നിന്ന് മാറ്റി. ഫ്ളാറ്റിന്റെ പണി തീരാൻ വേണ്ടിയിട്ട് ഇനി ഒരാഴ്ച എടുക്കും. എന്നാൽ അതുവരെയും ഡിസ്ചാർജ് നീട്ടാൻ പറ്റത്തില്ല. അത് കാരണം എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റുമെന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സനന്ദം പറയുന്നുണ്ട് രണ്ടാമത് ഇവള് പ്രഗ്നന്റ് ആയപ്പോഴേ ഞാൻ ഇവളോട് പറഞ്ഞത് അബോട്ട് ചെയ്ത് കളയാൻ, ഒരു കുട്ടി മതിയെന്ന്. അന്ന് ഇവള് കേട്ടില്ല. ദാസൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സനന്ദനും ലക്ഷ്മിയും നല്ല കൂട്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് സത്യം പറഞ്ഞ അസൂയ തോന്നി. ഉടനെ അവനെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഇവർ ആദ്യം മൂകാംബികയൊക്കെ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പോക്കിൽ അവനെ അങ്ങ് തട്ടിയാലോ എന്ന് സഞ്ജു വന്ന് സനന്ദനോട് ചോദിക്കുന്നു. നിഷിമയായിരുന്നു അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവനെ ഉന്തിത്തല അയാളുടെ അടുത്തേക്ക് വിട്ടത്. അങ്ങനെ ബിനുവിനോട് അവർ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മൂകാംബികയായിരുന്നു, നമുക്ക് അവിടേക്ക് ആദ്യം പോകാമെന്ന്. എന്നാൽ ഇവരുടെ പ്ലാനിങ്ങിനെ എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ബിനുവിന്റെ ആ സുഹൃത്തായ പെൺകുട്ടിയില്ലേ, അവളും ഇവരുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ലഗേജുമായിട്ട് അവിടേക്ക് വന്നു. അതോടുകൂടി ഇവരെല്ലാം ആകെ കലിപ്പിലായി. അപ്പോൾ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ബിനു ആകട്ടെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. പഴയതുപോലെ അച്ഛന് താങ്ങും തണലുമായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുമെന്നറിയില്ല, എന്നാലും എന്റെ പരമാവധി
പരമാവധി ഞാൻ ശ്രമിക്കാമെന്ന്. നീ പഴയതുപോലെ ഒന്നും ആകണ്ട, ഇപ്പോൾ ഉള്ളതുപോലെ ആയാൽ മതി എന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. ബാക്കി എല്ലാവരും ഇവനെ കൊല്ലാൻ പ്ലാൻ ഇടുമ്പോഴും ഇടയ്ക്ക് ദാസന് തോന്നുന്നുണ്ട് ഇവൻ ചിലപ്പോൾ പുതിയൊരു നല്ല മനുഷ്യനായി മാറുമെന്ന്. എന്നാൽ ലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു ഇവൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന്. സനന്ദൻ പുതിയ പ്ലാൻ ഇടുന്നുണ്ട്. ഇവർ കുടുംബപരമായിട്ട് വലിയൊരു കടബാധയിലാണെന്നും എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാണ് നിൽക്കുന്നതെന്നും അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് വിഷം കഴിക്കുന്ന സമയത്ത് അവനെ കൊണ്ട് ആദ്യം കുടിപ്പിക്കണം, അങ്ങനെ അവനെ കൊല്ലണം. ഈ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് സഞ്ജുവിനെയാണ് അവർ ഏർപ്പാടാക്കുന്നത്. ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം സഞ്ജു ആകട്ടെ ബിനുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വലിയ റിച്ച് ഫാമിലി ആയിരുന്നു, പക്ഷേ നിങ്ങളുടെ ഒരാളുടെ ഓൺലൈൻ റമ്മികളി കാരണമാണ് നിങ്ങളുടെ കുടുംബം ഈ തകർന്ന അവസ്ഥയിൽ നിൽക്കുന്നതെന്ന്. അളിയന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തേനെന്ന് അവൻ പറയുന്നു. കടം കയറി താങ്ങാനാവാതെ എല്ലാവരും കൂടി വിഷം കലർത്തിയ ആഹാരമൊക്കെ കഴിക്കാനിരിക്കുന്നത് അളിയനൊന്ന് ആലോചിച്ച് നോക്കാൻ അവൻ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ബിനു പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകാം, എനിക്ക് പേടിയാകുന്നു എന്ന്. പിറ്റേന്ന് അവൻ സഞ്ജുവിനോട് പറയുന്നുണ്ട്, അളിയൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് എനിക്ക് ആകെ ടെൻഷനായി എന്ന്. ആ കടങ്ങളൊന്നും എന്നെ കൊണ്ട് വീട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അളിയൻ പറഞ്ഞ പോലെ വിഷം കലർത്തി വെച്ച ആഹാരത്തിന് മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും ഞാൻ ആലോചിച്ചു. പക്ഷെ അതിൽ ആദ്യം ആരാഹാരം കഴിക്കും? അച്ഛൻ കഴിക്കോ, അമ്മ കഴിക്കോ, അതോ ഞാൻ കഴിക്കോ? കടബാധ്യതയൊക്കെ ആർക്കാണില്ലാത്തത്? അതൊക്കെ നമുക്ക് തരണം ചെയ്യാം. ഇതെന്റെ 2ാം ജന്മ, എനിക്കെന്തായാലും മരിക്കണ്ട. അച്ഛനും അമ്മയും മരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാകും. അത് കണ്ടുപിടിച്ച് അത് ആദ്യം ഇല്ലാതാക്കണം. ഇനി ഇങ്ങനെ പറയുന്ന കേട്ട് സഞ്ജുവിന് തന്നെ പേടിയാകാൻ തുടങ്ങി. ഈ പ്ലാനിംഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് സനന്ദനോടും കൂട്ടരോടും പറയുന്നു. അതിനിടയ്ക്ക് രൂപേഷ് ഡോക്ടർ പറയുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടർ US-ൽ നിന്ന് വന്നിട്ടുണ്ട്, നമുക്ക് അയാളെ ഒന്ന് ബിനുവിനെ കാണിക്കണം, അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ രാവിലെ ഇവിടെ എത്തണമെന്ന്. ഒഴിവാവാൻ പറ്റാത്ത കാരണം അവർ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. അയാൾ റിപ്പോർട്ടെല്ലാം നോക്കിയ ശേഷം ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്, ബിനുവിന്റെ കേസിൽ ചെറിയ സാധ്യതയൊന്നുമല്ല, വലിയൊരു സാധ്യത തന്നെയുണ്ട് അവന്റെ മെമ്മറി തിരിച്ചു വരാൻ. ഇത് കേട്ടത് അവന്റെ വീട്ടുകാർ വീണ്ടും ടെൻഷനിലായി. അതിനുശേഷം അവനെയും കൊണ്ട് അവർ ഫ്ളാറ്റിലേക്ക് വരുന്നു. അവിടുത്തെ പണിയെല്ലാം തീർന്നിട്ട് എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്നും കണ്ടിട്ട് അവനൊന്നും ഓർമ്മ വരില്ല, കാരണം അതെല്ലാം പുതിയ സാധനങ്ങളാണ്. എന്നാൽ അവനത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിപ്പോ പെയിന്റ് അടിച്ചതാണെന്ന്. എന്താ ഇപ്പൊ പെയിന്റ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ട്, നീ തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇന്റീരിയർ മാറ്റണമെന്ന് പറയുന്നത്, അതുകൊണ്ട് നിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ മാറ്റിയതാണ്. കോമയിൽ നിന്ന് നീ തിരിച്ചു വരില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ നീ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു വീട്ടിലേക്ക് നിന്നെ താമസം മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിൽ പ്രകാരം ഞങ്ങൾ ഇതൊക്കെ മാറ്റിയത്. നീ ഇത്ര പെട്ടെന്ന് ഉണർന്നു വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അങ്ങനെ ഓരോ കള്ളങ്ങൾ ഇവർ പറയുന്നു. തന്റെ റൂമിലേക്ക് എത്തിയിട്ടും അവനൊന്നും തന്നെ ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ആ കട്ടിലിന്റെ അടിയിൽ അവൻ ഒട്ടിച്ചു വെച്ചിരുന്ന ബബിൾക്കം അവന്റെ കയ്യിൽ കിട്ടുന്നു. അതേസമയം സനന്ദനാകട്ടെ അജ്മൽ ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഇവന്റെ ഓർമ്മ കംപ്ലീറ്റ് കളയുന്നതിനുള്ള എന്തെങ്കിലും മരുന്ന് ഡോക്ടർ സംഘടിപ്പിച്ച് തരണമെന്ന്. ഒരു കുടുംബത്തിന്റെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് ഡോക്ടർക്ക് ഇത് ചെയ്തൂടെ എന്ന് നിഷിമയും ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പ്രകാരം ചെയ്യാനുള്ള മരുന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന് അപാരമായ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവും. ചിലപ്പോൾ കംപ്ലീറ്റ് മെമ്മറി അടിച്ചു പോകും. ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാൽ എന്റെ പേര് പറയാൻ പാടില്ല, ഗൂഗിൾ നോക്കി എടുത്തതാണെന്നേ പറയാൻ പാടുള്ളൂ. ഇവിടെ കട്ടിലിനടിയിൽ നിന്നും ആ ബബിൾക്കം കിട്ടിയത് മുതൽ ബിനുവിന്റെ പഴയ മെമ്മറീസ് തിരിച്ചു വരാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവന്റെ ചേട്ടന്റെ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങി. അവരുടെ സംസാരവും അവരുടെ മെമ്മറീസും എല്ലാം തന്നെ അവന്റെ മനസ്സിലേക്ക് പതിയെ പതിയെ വന്നു തുടങ്ങി. ഇവിടെ ദാസന് അപ്പോഴും ഡൗട്ടായിരുന്നു, ആ ഡോക്ടർ തരുന്ന മരുന്ന് നമുക്ക് അവന് കൊടുക്കണോ വേണ്ടയോ എന്ന്. അവനെ വീണ്ടും കോമയിലേക്ക് തള്ളിവിടണോ? എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട്, അവന്റെ മെമ്മറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതിലും ഭേദം ഇത് തന്നെയാണെന്ന്. അതിനിടയ്ക്ക് ബിനുവിനെ ആ പെൺകുട്ടി വീഡിയോ കോൾ ചെയ്യുന്നു. ആ ഫ്ലാറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവള് പറയുന്നുണ്ട്, ഇത് ബിനുവിന്റെ ഫ്ലാറ്റിലാന്ന്, ഇതെല്ലാം തന്നെ ആകെ മാറിയിരിക്കുന്നുവെന്ന്. പക്ഷെ താനെപ്പോഴോ പറഞ്ഞിട്ട് വീട്ടുകാരെ തന്നെ മാറ്റിയതാണെന്നാണ് അവൻ പറയുന്നത്. പഴയ മെമ്മറിയൊക്കെ റീകളക്ട് ചെയ്യാനുള്ള ചാൻസ് അല്ലേ നഷ്ടപ്പെട്ടതെന്നും ആ പെൺകുട്ടി പറയുന്നു. ബിനുവിന് അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. അവൻ ആ ഒരു ബബിൾക്കം കിട്ടിയത് കാരണം കട്ടിലിന്റെ അടിയിൽ ഒന്നുകൂടി സെർച്ച് ചെയ്യുന്നു. അതിനിടയിൽ ഒരുപാട് ബബിൾക്കം ഇതുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ കണ്ടതോടുകൂടി അവന്റെ മെമ്മറീസ് പൂർണ്ണമായും തിരിച്ചു വരാൻ തുടങ്ങി. അവന്റെ അച്ഛൻ അവനെ എങ്ങനെയൊക്കെയായിരുന്നു ഇൻസൾട്ട് ചെയ്തിരുന്നതെന്നും പിന്നീട് അവന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ. അതേസമയം ഇവന്റെ വീട്ടുകാരാകട്ടെ ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഇവന് കൊടുക്കാനുള്ള മരുന്ന് വാങ്ങിക്കാൻ കാറിലേക്ക് പോയി. അവർ ആ മരുന്നും വാങ്ങിയിട്ട് നേരെ തിരിച്ച് ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കുന്നത് ബിനു ആയിരുന്നു. എന്നാൽ അവന്റെ രൂപം കണ്ടിട്ട് അവർ ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. ഇതെന്താ എങ്ങനെയെന്ന് ചോദിച്ചതും അവൻ പറയുന്നുണ്ട്, അവന്റെ സുഹൃത്തായിട്ടുള്ള ആ പെൺകുട്ടിയില്ലേ, അവള് പഴയൊരു ഫോട്ടോ അയച്ചു തന്നിരുന്നു, അത് വെച്ചിട്ട് താൻ ആ ലുക്കിലേക്ക് മാറിയതാണെന്ന്. അവർക്ക് അറിയില്ലായിരുന്നു ഇവന്റെ മെമ്മറീസ് തിരിച്ചു വന്നു എന്നുള്ള കാര്യം. താൻ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവനെ കണ്ടപ്പോഴേ ഇവർ വിചാരിച്ചിരുന്നു ഓർമ്മ വല്ലതും തിരിച്ചു കിട്ടിയോന്ന്. ഇനി ആ ഓർമ്മ തിരിച്ചു കിട്ടിയാലും ആ മരുന്നങ്ങ് കലക്കി കൊടുക്കാനാണ് സനന്ദം പറയുന്നത്. അവൻ പുറത്തുപോയ തക്കം നോക്കിയിട്ട് അവരാകട്ടെ അവിടെ ഉണ്ടായിരുന്ന അവന്റെ മരുന്ന് കുപ്പിയിലും മരുന്ന് മാറ്റിവെക്കുന്നു. രാത്രിയിൽ അവൻ തിരിച്ചെത്തിയ ശേഷം ആ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലെടുത്ത് തുറക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് സീൻ കട്ടായിട്ട് പിറ്റേന്ന് രാവിലെ കാണിക്കുന്നു. സഞ്ജു ഇവിടെയൊക്കെ വണ്ടിയായിട്ട് വന്നപ്പോ ഇവൻ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, അളിയൻ എവിടെ പോയതാ, എനിക്കൊന്ന് വണ്ടി പഠിക്കണം, കുറെ ആയി കൈ തെളിയിക്കണമെന്ന് ഞാൻ പറയുന്നില്ലേ, എന്നെയും കൊണ്ടൊന്ന് വണ്ടി ഓടിക്കാൻ കൊണ്ടുപോകാൻ. അവനിൽ നിന്ന് ഒഴിവാൻ പറ്റാത്ത കാരണം സഞ്ജു അവനെയും കൊണ്ടൊരു ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അതവരുടെ പുതിയ വണ്ടിയായിരുന്നു. ഇവൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാകട്ടെ സഞ്ജുവിനോട് പറയുന്നുണ്ട്, ഈ വണ്ടി കൊള്ളാലോ, പഴയ വണ്ടിയേക്കായാലും സ്മൂത്ത് ആണെന്ന്. ആ നിമിഷം സഞ്ജു പേടിച്ചു, കാരണം പഴയ വണ്ടിയെ പറ്റി അവൻ ഓർമ്മ വന്നിരിക്കുന്നു. എന്നാൽ ബിനു സഞ്ജുവിനോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു, എനിക്ക് പഴയതൊന്നും ഒരിക്കലും ഓർമ്മ വരില്ല എന്ന് അളിയൻ വീട്ടുകാരോട് പറയണം. അതറിയുമ്പോഴുള്ള അവരുടെ ലൈവ് റിയാക്ഷൻ എനിക്ക്
എനിക്ക് കാണണം. അവൻ സഞ്ജുവിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും കൂടി ഹോട്ടലിലേക്ക് വിളിക്ക്, അളിയൻ US പോകുന്നതിന് മുൻപുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ബിനുവിന്റെ ഭീഷണി കാരണം സഞ്ജു ആകട്ടെ എല്ലാവരെയും ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞ പ്രകാരം സഞ്ജു എല്ലാവരോടും പറയുന്നുണ്ട് അളിയന് ശരിക്കും ഒരു ഓർമ്മയും തിരിച്ചു കിട്ടിയിട്ടില്ല, ഇനി ഒരിക്കലും വരാനും പോകുന്നില്ല എന്ന്. അവരുടെ എല്ലാം മനസ്സിൽ സന്തോഷമായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും എക്സ്പ്രഷൻ അവൻ ശ്രദ്ധിക്കുന്നു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ കൂട്ടുകാരന്റെ ഫോട്ടോ കണ്ടിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു എന്നും സഞ്ജു വീട്ടുകാരോട് പറയുന്നു. ഇവരിതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയാണ്. ബിനുവിന് അവരുടെ എല്ലാം സന്തോഷം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ അതൊന്നും അറിയാത്ത മട്ടിലായിരുന്നു. ചേട്ടനൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ചേട്ടന് ഞങ്ങളില്ലേ എന്ന് നിഷിമ പറയുന്നു. ഇത് കേട്ടിട്ട് അവൻ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിന്നില്ലേ, അതുകൊണ്ട് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇനി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും എന്റെ കൈക്ക് മേലെ കൈവെക്കാനും പറയുന്നു. സഞ്ജു പേടിച്ചായിരുന്നു അവിടെ നിന്നിരുന്നത്. അങ്ങനെ പിറ്റേന്ന് US പോകാനിരിക്കെയാണ് സഞ്ജുവും നിഷിമയും. രാത്രിയിൽ കിടക്കുമ്പോൾ പോലും സഞ്ജു ആകട്ടെ നിഷിമയോട് ഒന്നും തുറന്നു പറഞ്ഞില്ല. നാളെ എന്തായാലും അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോവുക, അതുകൊണ്ട് അവർക്കിനി അവനെ സഹിക്കാണ്ടി വരില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. അവരെ എല്ലാവരും തന്നെ പോകാൻ റെഡിയായിരിക്കുകയാണ്. സഞ്ജുവിനോട് നിഷിമ പറയുന്നുണ്ട് മിനിച്ചേട്ടനോട് പോയി യാത്ര പറയാൻ. അവൻ പേടിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ അവൻ ഇവരുടെ കൂടെ പോകാൻ റെഡിയായിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് പുറത്തേക്കിറങ്ങി. സഞ്ജുവിന്റെ ഉള്ളിൽ പേടിയായിരുന്നു. താഴേക്കിറങ്ങിയപ്പോൾ ബിനു പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും, ഞാൻ വണ്ടി എടുത്തോളാമെന്ന്. ഇറങ്ങാൻ നേരത്ത് സനന്ദനെയും അജ്മൽ ഡോക്ടറിനെയും കണ്ട സ്ഥിതിക്ക് ബിനു പറയുന്നുണ്ട് വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നോളാൻ. അങ്ങനെ അവൻ എല്ലാവരെയും നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി. അങ്ങനെ പോകുന്ന വഴിക്കാകട്ടെ അവൻ തന്റെ ഗുളിക എടുത്തിട്ട് അമ്മയുടെ കൊടുത്തിട്ട് വെള്ളം കൂടി എടുക്കാൻ പറയുന്നു. എന്നിട്ട് ഈ ഗുളിക ഏതായിരുന്നു എന്ന് ചോദിക്കുന്നു. രൂപേഷ് ഡോക്ടർ തന്നതാണോ, അതിൽ ഇത് കണ്ടില്ലല്ലോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. എല്ലാവരും ആകെ ഒന്ന് പേടിച്ചു. എന്തായാലും ഗുളിക ഇങ്ങ് താന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റിയറിംഗിൽ നിന്ന് കൈയൊക്കെ എടുത്തിട്ട് കാൽമുട്ടെടുത്ത് സ്റ്റിയറിംഗിലേക്ക് വെക്കുന്നു. വണ്ടി കൺട്രോളർ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ അഭ്യാസമൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് മര്യാദയ്ക്കിരിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. എന്നാലും ഇവരെല്ലാം പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോന്ന് കാണിച്ചുകൊണ്ടേയിരുന്നു. ഒരു യാത്രയിൽ പലതവണ പല വണ്ടികളും ഇവരെ ഇടിക്കേണ്ടതായിരുന്നു. ഓരോ തവണയും മരണത്തിന്റെ തൊട്ടു മുൻപിൽ കൊണ്ടെത്തിച്ച ശേഷം അവൻ അവിടെ നിന്നും വണ്ടി എടുത്തു മാറ്റും. അവരെല്ലാവരും അതിനുള്ളിൽ നിന്ന് നിലവിളിക്കാൻ ആരംഭിച്ചു. ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനം ഭയമാണെന്ന് അവൻ എല്ലാവരോടും പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ ആരെയും സ്നേഹിക്കാൻ അറിയില്ലെങ്കിൽ അതിനർത്ഥം എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. അവൻ അതിയായ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. ഇവന്റെ മെമ്മറി എല്ലാം തന്നെ തിരിച്ചു വന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ കോമയിൽ കിടന്ന ഗ്യാപ്പില് ഇറങ്ങിപ്പോയ നീ നിന്റെ ഭർത്താവും കൂടെ തിരിച്ച് വീട്ടിൽ കയറി വന്നതൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നിഷിമേനെയും സഞ്ജുവിനെയും കുറെ പറയുന്നു. എല്ലാവരും കൂടി എന്നെ മാത്രമല്ല അവൻ ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി തന്നെ കൊല്ലാൻ ശ്രമിച്ചതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ എന്ന്. അതിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവനതിൽ വലിയ വിശ്വാസമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ചേട്ടന് ഇഷ്ടമുള്ള ആ ഒരു പാട്ടും കൂടി പ്ലേ ചെയ്തുകൊണ്ട് ആ വണ്ടി വീണ്ടും സ്പീഡിൽ വിടാൻ ആരംഭിച്ചു. എല്ലാവരും അതിനുള്ളിൽ നിലവിളിക്കുകയാണ്. എന്നാൽ റോഡിൽ നിന്ന് മാറിയിട്ട് ആ വണ്ടി കൊണ്ടുപോയി അവനൊരിടത്ത് ഇടിച്ചു കയറ്റുന്നു. വണ്ടി ആക്സിഡന്റ് ആയി കുറെ തവണ കറങ്ങി റോഡിൽ തന്നെ പോയി വീഴുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവരെല്ലാവരും ICUവിൽ കിടക്കുന്നതാണ്. എല്ലാവർക്കും നല്ലപോലെ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ സൈക്കോയ ബിനുവിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുന്നു. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.